വൈഷ്ണവി, നമ്മളൊരു സ്ഥലത്ത് എത്തിയെന്ന് പറയുമ്പോ അറൈവ്ഡ് ഇന്നാണോ, അറൈവ് ഇന്നാണോ, അറൈവ് അറ്റാണോ, അല്ലെങ്കിൽ അറൈവ് ടു ആണോ? എന്താ നീ പറയാ? രണ്ടും പറയില്ല. ഏതൊക്കെ രണ്ട്? ഞാൻ 3 പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാ? 2 പറയില്ല ഗൈസ്. ഓക്കെ, പക്ഷെ അറൈവ്ഡ് ഇന്നും അറ്റും പറയും. പക്ഷെ അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് സെന്റൻസസിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ ഞങ്ങൾ ഷോപ്പിലെത്തി. അവിടെ വി അറൈവ്ഡ് അറ്റ് ദ ഷോപ്പ് ആണോ, അല്ലെങ്കിൽ വി അറൈവ്ഡ് ഇൻ ദ ഷോപ്പ് ആണോ? വി അറൈവ്ഡ് അറ്റ് ദ ഷോപ്പ്. അതെന്തുകൊണ്ട് അറിയോ? ഇല്ല. അതായത് നമ്മൾ അറൈവ് അറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഒരു ചെറിയ ഏരിയ, ഇപ്പൊ ഷോപ്പിംഗ് മോൾ അല്ലെ ബീച്ച് അല്ലെങ്കിൽ ഓഫീസ്, ഇങ്ങനത്തെ ഒക്കെ ഏരിയക്ക് നമ്മൾ അറൈവ് അറ്റ് ആണ് പറയുക. ഇനി എവിടെ ആയിരിക്കും അറൈവ് ഇന്ന് പറയാ? ലാർജ് ഏരിയ, ലാർജ് ലൊക്കേഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു കൺട്രിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ലാർജ് ഏരിയക്കാണ് നമ്മൾ അറൈവ് ഇന്ന് പറയാം. ഓക്കെ, സോ ഞങ്ങൾ ഷോപ്പിലെത്തിയെന്നാണെങ്കിൽ അറൈവ്ഡ് അറ്റ് ദി ഷോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി അവൾ ബസ് സ്റ്റോപ്പിലെത്തി. She arrived at bus stop. At the bus stop. ഇനി അവർ പാർട്ടിയിലെത്തി. They arrived at the party. പാർട്ടി, കാരണം ചെറിയൊരു സ്ഥലത്തല്ലേ പാർട്ടി നടക്കുന്നത്. ഇനി ഞങ്ങൾ ലണ്ടനിലെത്തി. We arrived in London. അതാണ് നേരത്തെ പറഞ്ഞത്. ലാർജ് ഏരിയക്ക് നമ്മൾ ഇന്നാണ് പറയാ. ഐ അറൈവ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെ എന്തും പറയാം. ഓക്കെ, ഇനി അവൻ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെത്തി. ഞാനിപ്പോ പറഞ്ഞല്ലോ. ഓക്കെ, ഹി അറൈവ്ഡ് ഇൻ ഇന്ത്യ ലാസ്റ്റ് വീക്ക്. ഓക്കെ, അങ്ങനെ പറയാം. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, അവർ രാത്രി സിറ്റിയിലെത്തി. സിറ്റി ലാർജ് ഏരിയ ആണോ അല്ലെ ചെറിയ ഏരിയ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കോമെന്റ് ചെയ്യാം. ഓക്കെ, അവർ രാത്രി സിറ്റിയിലെത്തി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നുള്ളത്? കോമെന്റ്.